എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആകെ പ്രശ്നങ്ങളാണ് ഗായ്സ്, മൊത്തം പ്രശ്നങ്ങൾ. എൻ്റെ ടി വി ആകെ പ്രോബ്ലത്തിലായി. നിങ്ങൾക്കറിയില്ല, ഞാനൊരു TCLൻ്റെ ടി വി മേടിച്ചിരുന്നു ഒരു നവംബർ 2022. ഓൾമോസ്റ്റ് ഇൻ ദ ബിഗിനിങ് ഓഫ് നവംബർ 2022. I bought a 75-inch TV, 4K, Dolby, Atmos, Dolby Vision, HDR10 plus. It had a lot of functions. So with ONKYO speakers built in and all this thing. So it was a wonderful TV, 75-inch TV from TCL C635 something. That was a model number, I guess. I believe that is right. I'll just put it down on the screen. So I bought this TV in November and it was doing pretty well. I was in love with this TV, and plus I got my Samsung home theater system. That is my soundbar. And it was working perfectly fine till last month, when I noticed some black spots. ചെറിയ കറുത്ത കുത്തു പോലെ ഒരു from the, I don't know, not from the middle, like just below, just in the bottom of the screen, somewhere here, and like it was coming like a small line down to the left and to the right in a triangle shape like this. അപ്പോൾ രണ്ട് ലൈൻ ഉണ്ട്. ഒരു ആദ്യം അത്ര വിസിബിൾ അല്ല. ലൈക്ക് നമ്മൾ ഈ വൈറ്റ് സ്ക്രീൻ ഡിസ്പ്ലേയിൽ മാത്രമേ നമുക്ക് വൈറ്റ് സ്ക്രീൻ ഡിസ്പ്ലേയിൽ വരുമ്പോൾ മാത്രമേ ആ ബ്ലാക്ക് ഡോട്ട്സ് നമുക്ക് വിസിബിൾ ആയിരുന്നുള്ളൂ. അത് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ പ്രോബ്ലം ഈസ്, വൺസ് യു നോട്ടീസ് യു കനോട്ട്, എന്താ പറയുക, അൺനോട്ടീസ്. അതാണ് പ്രശ്നം. ഒരു പ്രാവശ്യം അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ തലയിൽ അത് കയറി, പിന്നെ അത് നമുക്ക് എപ്പോൾ നോക്കിയാലും നമ്മളത് കണ്ടുകൊണ്ടേയിരിക്കും. സോ അങ്ങനെ ഒരു പ്രശ്നം. അപ്പം ഞാൻ ആദ്യം എൻ്റെ സ്വന്തം കണ്ണുകളിലെ കുഴപ്പമാണോ വിചാരിച്ചിട്ട് ഞാൻ ആകെ എന്താ പറയുക, ഞാൻ ഗ്ലാസ് ഒക്കെ ഇടുന്ന ആളല്ല. അപ്പോൾ സോ എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നത്. അല്ലെങ്കിൽ വല്ല ഷാഡോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും അഴുക്ക് വന്ന് കാണുക, അല്ലെങ്കിൽ സം ഡേർട്ട് ഓവർ. സോ ഐ വാസ് ജസ്റ്റ് ഞാൻ ക്ലീൻ ചെയ്തു. ഐ ക്ലീൻ ദ TV 2-3 പ്രാവശ്യം ക്ലീനൊക്കെ ചെയ്തു നോക്കി. ബട്ട് സ്റ്റിൽ ദാറ്റ് ഇറ്റ് വാസ് നോട്ട് വെരി വിസിബിൾ. നമ്മളങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ബട്ട് അതാ പറഞ്ഞു, നമ്മൾ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ കണ്ണിൽ നിന്ന് പിന്നെ പോവില്ല. അതവിടെ നമ്മളെപ്പോൾ ആ ഏരിയയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു സാധനത്തിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു ചെറിയ കുഴപ്പം പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് പെട്ടെന്ന് മനസ്സിൽ നിന്ന് പോവില്ല. ഇറ്റ് ഓൾവേസ് സ്റ്റേ ഇൻ യുവർ മൈൻഡ് ലൈക്ക് ദാറ്റ് സംതിങ് ഈസ് റോങ്. അപ്പോൾ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, നീ നോക്കുക അത് അങ്ങനെ തന്നെയാണോ. ആൻഡ് അവളെ ആദ്യം നോക്കി പറഞ്ഞു, അത് ജസ്റ്റ് ഒരു എന്താ പറയുക, ഒന്നുമല്ല. അത് ഈ പറഞ്ഞ പോലെ വീണ്ടും നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ നോക്കി പിന്നെ വൈറ്റ് സ്ക്രീനൊക്കെ ഇട്ട് നോക്കിയപ്പോൾ മനസ്സിലായി എന്തൊരു പ്രശ്നമുണ്ട് TVക്ക്. അതുപോലെ തന്നെ TVയുടെ സൈഡിലൊക്കെ ചെറുതായിട്ടൊരു ഈ വൈറ്റ് പാച്ചസ് പോലെ ഇങ്ങനെ കൂടുതൽ കാണുന്നു. അതുപോലെ തന്നെ ബ്ലാക്ക് പാച്ചസ് പോലെ ചെറുതായിട്ടൊരു ലൈറ്റ് ഇങ്ങനെ 2 സൈഡിലും ഇവിടെ വരുന്നു. അത് നമുക്ക് ഫോട്ടോ എടുത്താൽ അത് വിസിബിളായിട്ട് നമുക്ക് ഫോട്ടോയിലൊന്നും ക്ലിയർ ആവില്ല. അതുകൊണ്ട് ഞാനത് ഫോട്ടോ വീഡിയോ ഒന്നും എടുത്തില്ല. പക്ഷേ എനിവേ ഞാൻ ആമസോണിനെ കോൺടാക്ട് ചെയ്തു. അവർ പറഞ്ഞു ഇവിടുത്തെ ലോക്കൽ TCLൻ്റെ ഡീലറിനെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ TCLൻ്റെ ഡീലറിനെ, എനിക്ക് തോന്നുന്നു ഇറോസ് എന്ന് പറഞ്ഞ കമ്പനിയാണ്, EROS എന്ന് പറഞ്ഞ കമ്പനി. എനിക്ക് തോന്നുന്നു അവരാണ് സാംസങ്ങിൻ്റെയും ഡീലർ ഇവിടുത്തെ. സോ ഞാൻ കോൺടാക്ട് ദം ആൻഡ് ഇമ്മീഡിയറ്റ്ലി ലൈക്ക് ദേ സെഡ് ഓക്കെ, വിൽ കം ആൻഡ് ചെക്ക്. അവർ അപ്പോയിൻമെൻറ്റ് വന്നു. ഒരു സർവീസ് റിക്വസ്റ്റ് നമ്പർ അവർ തന്നു എനിക്ക്. ആൻഡ് ഒരു 2 ദിവസത്തിനുള്ളിൽ ആൾ വിളിച്ച് വീട്ടിൽ വന്ന് TV ചെക്ക് ചെയ്തു. ആൻഡ് ദേ കൺഫേം ദാറ്റ് യെസ് ദർ ഈസ് some issue with the LED lights inside panel. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തോ പ്രശ്നമുണ്ട്. And they have to replace the whole panel. Like അത് you cannot just replace 1 or 2 lights. You have to replace the whole thing. It's just like replacing the whole TV, like a brand new TV. So അവർ പറഞ്ഞു അത് ഫുൾ അവരെ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് they'll take it to the service center and just replace the whole panel. And it's covered under warranty, so I don't have to spend any money. But I was like, heartbroken. My TV. Some things, ചില കാര്യങ്ങളൊക്കെ നമ്മളെ ലൈഫിൽ അങ്ങനെയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ പെട്ടെന്ന് നമുക്ക് അത് എനിക്കറിയാം തിരിച്ചു വരുന്നുള്ളത്. പക്ഷെ എന്നാലും ഒരു ചെറിയ വേദന. ഓക്കെ, ചെറിയൊരു വേദന. എന്താന്ന് പറയുന്നത്, ഭയങ്കര നെഞ്ചുവേദന.
അയ്യോ സത്യം പറഞ്ഞാൽ 2 ദിവസം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് ശരിക്ക് എന്താ പറയുക, മനസ്സിലൊരു സുഖം ഉണ്ടായിരുന്നില്ല. പിന്നെ ടി വി 2 ദിവസം വന്നപ്പോൾ ഒരു എടുത്തുകൊണ്ടായി. ഞാനുള്ള ദിവസം തന്നെ ഒരു വീട്ടിൽ നിന്ന് വന്ന് എടുത്തുകൊണ്ടായി. ഭയങ്കര ദുഃഖകരമായിരുന്നു കാണുന്ന പോലെ. നമ്മളെ വീട്ടിൽ നിന്നൊക്കെ ഒരാൾ യാത്രക്കൊക്കെ പോയില്ല, അതുപോലെയായിരുന്നു ടി വി കൊണ്ടുപോകുമ്പോൾ. ഭയങ്കര സങ്കടം. തിരിച്ചു വരുന്ന അറിയാം, എന്നാലും ഒരു സങ്കടം ഉണ്ടല്ലോ. നമ്മളെ വീട്ടിൽ നമ്മൾ വേണ്ടപ്പെട്ടവരൊക്കെ യാത്രയ്ക്ക് പോയിട്ട് നമ്മൾ ടാറ്റ കൊടുക്കുമ്പോൾ അതുപോലെ എൻ്റെ ടി വി കൊണ്ടുപോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു മനസ്സിൽ. സോ അവർ കൊണ്ടുപോയി. അപ്പോൾ ഇന്ന് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് നോക്കണം എങ്ങനെയുണ്ട്, എല്ലാം സെറ്റായോ. പഴയ കുട്ടപ്പനെ പോലെ തന്നെയാണോ? എൻ്റെ പേര്, ടി വിയുടെ പേര് എന്ന് പറയും കുട്ടപ്പൻ എന്നാണ്. സോ മൈ കുട്ടപ്പൻ ഈസ് ബാക്ക്. ടി വിയുടെ വൈഫൈനെയും മറ്റേ ഷെയറിങ്ങും ഒക്കെ അതിലൊക്കെ കുട്ടപ്പൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ടി വിയുടെ പേര് കുട്ടപ്പൻ എന്നാണ്. സോ എൻ്റെ കുട്ടപ്പനെ അവർ കൊണ്ടുപോയി ഗൈസ്. കുട്ടപ്പനെ കൊണ്ടുപോയി, അതുപോലെ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയൊന്ന് വീട്ടിൽ പോയിട്ടെല്ലാം വയേഴ്സ് എല്ലാം ഒന്ന് കണക്ട് ചെയ്തിട്ട്, ആകെ വലിയ വയറൊന്നും കണക്ട് ചെയ്യില്ല, ആ കൂടി എൻ്റെ സൗണ്ട് ബാറിൻ്റെ വയർ മാത്രം HDMI കേബിളുണ്ട്, അതും ഒന്ന് മാത്രം കണക്ട് ചെയ്താൽ മതി. പിന്നെ എല്ലാം എനിക്കറിയണം. ഇനിയിപ്പോൾ ചിലപ്പോൾ വീണ്ടും യൂട്യൂബും ഗൂഗിൾ അക്കൗണ്ടൊക്കെ ഒന്ന് വീണ്ടും റീസെറ്റ് ചെയ്യേണ്ടി വരും. അവർ കൊണ്ടുപോയിട്ട് അത് ഫുൾ എന്താ ചെയ്തെന്ന് നമുക്കറിയില്ലല്ലോ. സോ ഇനിയിപ്പോൾ വീണ്ടും സെറ്റ് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അത് വീട്ടിൽ പോയിട്ട് നോക്കണം. എന്തായാലും ഇതിങ്ങനെ സംഭവിച്ചു. TCL TV ആണ്. ഒരു അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക, അവരെ ബ്രാൻഡിൽ അവരെ സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ല വിലപിടിപ്പുള്ള TV ആണ്. സോ ഇതുപോലത്തെ ഇഷ്യൂ എപ്പോഴും ഉണ്ടാവുന്നുണ്ടോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. സർവീസ് സെൻറ്ററിൻ്റെ ആൾ വന്നപ്പോൾ ചോദിച്ചു, മലയാളിയായിരുന്നു. അയാൾ പറഞ്ഞു ഇല്ല, അങ്ങനെ പൊതുവേ ഇഷ്യൂ ഇത്രയും വരാറില്ല ഈ മോഡലിന്. ഇപ്പോൾ ആ കൂടി 2-3 മോഡലിന് ഇങ്ങനെ അവർക്ക് ഇതുപോലത്തെ കംപ്ലൈൻറ്റ് വന്നിട്ടുള്ളൂ. ബാക്കി അവർ വിറ്റിരിക്കുന്ന ഏകദേശം ഒരു 2000-3000 പീസിൻ്റെ മുകളിൽ അവർ ഇറോസ് വിറ്റിട്ടുണ്ടെന്നാണ് പറയുന്നത്. ബാക്കി ആമസോണിൽ നിന്നൊക്കെ പോയത് വേറെ ഉണ്ടായിരിക്കും, വേറെ കമ്പനീസൊക്കെ വിറ്റത്. അവർ വിറ്റത് അറൗണ്ട് 2000 പീസിൻ്റെ മുകളിൽ വിറ്റിട്ടുണ്ടെന്ന് പറയുന്നത് 2020. അപ്പോൾ അതിലേക്കൊന്ന് ആ മാസം 2022 ആ മാസം നവംബറിൽ വിറ്റിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ഈ പുള്ളി എന്താ പറയാൻ ഉദ്ദേശിച്ചു പറഞ്ഞാൽ, ആ ഒരു സീരീസിൽ ആ ഒരു പ്രൊഡക്ഷൻ ലോട്ടിൽ വന്നിരിക്കുന്ന ഫോൾട്ടാണ് പുള്ളി പറഞ്ഞത്. ആ ഒരു പ്രൊഡക്ഷൻ ഒരു ലോട്ട് വരുമല്ലോ, ഓരോ മാർക്കറ്റിലേക്ക് ഓരോ ലോട്ടായിട്ട് വരും. ആ ലോട്ടിൽ ആ കൂടി 2-3 TVക്ക് മാത്രമേ അവർക്ക് ഇതുവരെ കംപ്ലൈൻറ്റ് വന്നിട്ടുള്ളൂ. അതിൽ ഒരെണ്ണം ആ ഭാഗ്യം ഞാനാണ് ഗൈസ്. ആ ഭാഗ്യം വല്ല ലോട്ടറിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു മില്യണറായതിന്. പക്ഷേ എന്ത് ചെയ്യാം, നമുക്ക് ആ ഭാഗ്യമില്ല. എനിവേ TV വന്നു. ഐ ഹോപ്പ് ഇറ്റ് ഈസ് വർക്കിംഗ് ഫൈൻ. ഐ വിൽ ഗോ ഹോം ആൻഡ് ചെക്ക് ഇഫ് ഇറ്റ്സ് വർക്കിംഗ്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ TV ഓണാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വീണ്ടും കാണിച്ചു തരാം. ഓക്കെ, ബൈ. സോ യെസ്, നമ്മളിപ്പോൾ വീട്ടിലാണ്. ദേ TV ഓണാക്കാൻ പോകുന്നു, നോക്കാം. ഓ, യെസ്, ഇപ്പോൾ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. മാർക്കൊന്നും കാണാനില്ല. നമുക്ക് വൈറ്റ് സ്ക്രീൻ തുറക്കാം. ലെറ്റ്സ് പുട്ട് വൈറ്റ് സ്ക്രീൻ. വൈറ്റ് സ്ക്രീൻ, വൈറ്റ് സ്ക്രീൻ. Okay, no issue.
Perfect. ഈ ഭാഗത്തായിരുന്നു ആ ലൈൻ ഉണ്ടായിരുന്നു. This is where the line was, but now there is no line. So all good. So I'm checking all the areas with widescreen. No issues. Let's test some HDR10 HD 10 4K plus. Okay, automatically it turns HDR10. See over here. Oh. Buffering issues. So clear. Shit. Looks real, huh? Would you believe this is from my TV? Shit. Look at that. My God. The clarity. Damn. Okay, so everything is fine. The TV is working perfectly alright. Okay guys, so thanks for watching. So if there is any update, I'll let you know. I'll just give it 1 week and see how it works out. ഒരാഴ്ച കഴിഞ്ഞിട്ട് പറയാം എന്താ സംഭവം എന്ന്. അതോടെ കുരങ്ങനെ കണ്ടില്ലേ, എന്താണത്? ഇതിങ്ങനെ കാണിക്കുമ്പോൾ ടി വിയിലൊന്നും മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. ഞാനിപ്പോൾ ലൈവായിട്ട് റെക്കോർഡ് ചെയ്യാൻ തോന്നുന്നു കുരങ്ങനെയൊക്കെ. അത്രയും ക്ലാരിറ്റി. അതാണ് 4K HDR TVയുടെ ഗുണം.